ആരാണ് കരുത്തർ ആരാണ് ദുർബലർ എന്ന് മുൻകൂട്ടി പ്രവചിക്കാനാകാതെ ആരംഭിച്ച മത്സരം ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ പോയിന്റ് പങ്കിട്ട് ഇരു കൂട്ടരും കൈകൊടുത്തു പിരിഞ്ഞു. ഗ്രൂപ്പ് ബിയിലെ ബോസ്നിയ കാനഡ മത്സരത്തിൽ കണ്ടത് ഭാഗ്യനിർഭാഗ്യങ്ങളുടെ തിരമാലകളാണ്. ടൊറന്റോ സ്റ്റേഡിയത്തിൽ കാനഡ ബോസ്നിയയെ നേരിട്ടപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള ആതിഥേയർക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. എന്നാൽ ലോകകപ്പ് യൂറോപ്യൻ ക്വാളിഫയറിൽ വെയിൽസിനും ഇറ്റലിക്കും റിട്ടേൺ ടിക്കറ്റ് നൽകിയ ബോസ്നിയ എളുപ്പത്തിൽ കീഴടങ്ങില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ച കണ്ടു. 21-ാം മിനിറ്റിൽ വെടിപൊട്ടി. കോർണർ കിക്കിനെ ഹെഡറിലൂടെ വലയിലെത്തിച്ച് ബോസ്നിയൻ താരം യോവോ ലൂക്കിച്ച് തന്റെ കന്നി ഗോൾ കണ്ടെത്തി. ആദ്യ പകുതിയിൽ തന്നെ മറുപടി കൊടുക്കാൻ കാനഡ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യം എതിരെ നിന്നു. 53-ാം മിനിറ്റിൽ കാനഡയുടെ സമനില ഗോളെന്ന് ഉറപ്പിച്ചൊരു ഷോട്ടിനെ ബോസ്നിയ ഗോൾ വരയ്ക്ക് സമീപത്ത് നിന്നും തട്ടിമാറ്റി. ഒടുവിൽ 75-ാം മിനിറ്റിൽ കളത്തിലിറങ്ങിയ സൂപ്പർ സബ് കൈൽ ലാറിനിലൂടെ 78-ാം മിനിറ്റിൽ ആതിഥേയരുടെ ഈക്വലൈസർ. അവസാന മിനിറ്റുകളിൽ കളി പരുക്കനായി. ലീഡെടുക്കാൻ ഇരു ടീമും ആഞ്ഞു ശ്രമിച്ചെങ്കിലും അതുണ്ടായില്ല. ഒടുവിൽ ലോകകപ്പ് ചരിത്രത്തിലെ തങ്ങളുടെ ആദ്യ പോയിന്റ് നേടി കാനഡയും ലോകകപ്പിലേക്കുള്ള രണ്ടാം വരവ് വെറുതെ അല്ലെന്ന് പ്രഖ്യാപിച്ച് ബോസ്നിയയും കൈകൊടുത്തു പിരിഞ്ഞു. ഈ ലോകകപ്പിലെ ആദ്യ സമനില.